ഓം ശാന്തി. ഞാൻ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇരിക്കുകയാണ്. എനിക്ക് ചുറ്റുമുള്ള സൂക്ഷ്മ ശബ്ദങ്ങളിൽ നിന്ന് എന്നെ തന്നെ മോചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ചുള്ള വിചാരങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകുന്നു. ഞാൻ ആത്മാവാണ്. ശരീരമാകുന്ന ക്ഷേത്രത്തിൻ്റെ ശിരോമധ്യത്തിൽ പുരികങ്ങൾക്ക് പുറകിലായി നക്ഷത്രം പോലെ പ്രകാശബിന്ദുവായി തിളങ്ങുന്നു. ഞാൻ ആത്മാവാണ്. ഞാൻ ഇന്ദ്രിയങ്ങളുടെ യജമാനനാണ്. മനസ്സ്, ബുദ്ധി, സ്വഭാവം എന്നിവ എൻ്റെ നിയന്ത്രണത്തിലാണ്. ആത്മാവായ ഞാൻ ഇന്ദ്രിയങ്ങളുടെയും മനസ്സ്, ബുദ്ധി, സ്വഭാവം എന്നിവയുടെയും പരമ അധികാരിയായ സ്വരാജ്യ അധികാരിയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ആത്മാവാകുന്ന എൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കണ്ണുകളിലൂടെ ഞാൻ എല്ലാവരെയും ആത്മാക്കളായി കാണുകയും അവരുടെ ഗുണങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. എൻ്റെ കാതുകളിലൂടെ നല്ല കാര്യങ്ങളും ഈശ്വരൻ്റെ മഹാവാക്യങ്ങളും ഞാൻ കേൾക്കുന്നു. ഞാനിപ്പോൾ സൂക്ഷ്മ ശരീരത്തിലൂടെ ഭൗതിക ശരീരത്തിൽ നിന്ന് വേർപെട്ട് മുകളിലേക്ക് പറക്കുന്നു. ആത്മാവായ ഞാൻ സ്വതന്ത്രവും ആനന്ദഭരിതവും മുക്തവുമായ സ്ഥിതി അനുഭവിക്കുന്നു. ഞാൻ ഈ കെട്ടിടത്തിനപ്പുറം ഉയരുന്നു. ഇപ്പോൾ ബഹിരാകാശത്തിലൂടെ പറന്ന് വെളുത്ത പ്രകാശകിരണങ്ങളാൽ
ചുറ്റപ്പെട്ട് സൂക്ഷ്മലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ സൂക്ഷ്മലോകം പരിശുദ്ധിയും സമാധാനവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ ബ്രഹ്മബാബ ഇരു കൈകളും നീട്ടി സ്നേഹപൂർവം എന്നെ സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ ബാബയുടെ സമീപത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. വരൂ കുഞ്ഞേ എന്ന് വളരെ സ്നേഹത്തോടെ ബാബ് ദാദ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ഞാൻ ബാബ് ദാദയുടെ സമീപത്തേക്ക് പോകുന്നു. ബ്രഹ്മബാബ തൻ്റെ മാലാഖാ ശരീരത്തിൽ ഉജ്ജ്വലമായി തിളങ്ങുന്നു. തൻ്റെ സാമീപ്യത്തിലൂടെ ബാബ് ദാദ എനിക്ക് ശക്തിയും കരുണയും സന്തോഷവും നൽകിക്കൊണ്ടിരിക്കുന്നു. അമ്മയുടെ ആലിംഗനത്തിലെന്ന പോലെ സുരക്ഷിതത്വം, ആശ്വാസം, അതീന്ദ്രിയ സുഖം ഞാൻ അനുഭവിക്കുന്നു. ബ്രഹ്മബാബ എത്ര വർഷങ്ങളായി എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്. ഞാൻ ബാബ് ദാദയ്ക്ക് പ്രതിജ്ഞ കൊടുക്കുകയാണ്. ബാബ, ഞാൻ അങ്ങയുടെ കാൽപ്പാടുകൾ പിന്തുടരുകയും കർമാതീത അവസ്ഥയിൽ ജീവിക്കുകയും ചെയ്യും. ശിവരാത്രിക്ക് മുൻപ് ബാബ് സമാനാകും. ഈ ലക്ഷ്യത്തോടെ സദാ അങ്ങയുടെ സ്മരണയിൽ നിലനിൽക്കാൻ ഞാൻ ശ്രദ്ധിക്കും. ബാബ് ദാദ എൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. ഞാൻ ശക്തികളാൽ നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ബാബ് ദാദ പവിത്രതയുടെ കിരണങ്ങളാൽ എന്നെ നിറയ്ക്കുന്നു. ഞാൻ എല്ലാ ദിവ്യ ഗുണങ്ങളാലും നിറഞ്ഞിരിക്കുന്നു.
ബ്രഹ്മബാബയ്ക്ക് തുല്യമായ സമ്പൂർണ്ണ മാലാഖയായി ഞാൻ മാറിയിരിക്കുന്നു. ഇപ്പോൾ സൂക്ഷ്മലോകം വിട്ട് ഞാൻ എൻ്റെ യഥാർത്ഥ ഭവനത്തിലേക്ക് പറക്കുന്നു. ആത്മലോകം ചുവന്ന സ്വർണരശ്മികളാൽ ചുറ്റപ്പെട്ടതായി കാണപ്പെടുന്നു. ഇവിടുത്തെ ആഴമേറിയതും ശുദ്ധവുമായ നിശബ്ദതയിൽ ദീർഘനേരത്തേക്ക് ഞാൻ മുഴുകുകയാണ്. വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നതിൻ്റെ സമാധാനം എനിക്ക് അനുഭവപ്പെടുന്നു. എന്നെപ്പോലെ എണ്ണമറ്റ ആത്മാക്കൾ നക്ഷത്രങ്ങളായി പൂർണ്ണ നിശബ്ദതയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിമനോഹരമായി നക്ഷത്രം പോലെ പ്രകാശിക്കുന്ന പരമജ്യോതി സ്വരൂപനായ ശിവബാബയുടെ സമീപത്തേക്ക് നീങ്ങുന്നതിനനുസരിച്ച് ശിവബാബയുടെ കിരണങ്ങൾ സ്നേഹത്തിൻ്റെ തിരമാലകളായി എന്നെ ആശ്ലേഷിക്കുന്നു. സ്നേഹത്തിൻ്റെ സമുദ്രവും പരമമായ സദ്ഗുണങ്ങളുടെ സമുദ്രവുമായ ബാബ്ദാദ യഥാർത്ഥവും മാറ്റമില്ലാത്തതും ദിവ്യവുമായ സ്നേഹത്താൽ എന്നെ നിറച്ചുകൊണ്ടിരിക്കുന്നു. ശിവബാബ എൻ്റെ അമ്മയും പിതാവും അധ്യാപകനും സുഹൃത്തും സദ്ഗുരുവുമാണ്. എൻ്റെ എല്ലാ ബന്ധങ്ങളും ബാബ അങ്ങാണ്. ബാബ അങ്ങേ അഭിനന്ദിക്കുമ്പോൾ മുഴുവൻ ലോകത്തെയും കീഴടക്കിയതായി എനിക്ക് അനുഭവപ്പെടുന്നു. ബാബ, ഞാൻ അങ്ങയുടെ മുന്നിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അറുപത്തിമൂന്ന് ജന്മങ്ങളിലായി അടിഞ്ഞുകൂടിയ എൻ്റെ പാപഭാരങ്ങളെല്ലാം ഭസ്മീകൃതമാകുന്നു. എൻ്റെ മനസ്സ് ആത്മീയ ആനന്ദാവസ്ഥയാകുന്ന ഊഞ്ഞാലിൽ ആടുന്നു. ശിവബാബയിൽ നിന്ന്
വെളുത്ത പ്രകാശരശ്മികൾ എൻ്റെ മേൽ പതിച്ച് ഞാൻ എല്ലാ ദിവ്യ ഗുണങ്ങളാലും ശക്തികളാലും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ധൈര്യം, പരിശുദ്ധി, സന്തോഷം, സ്നേഹം, ഗഹനമായ സമാധാനം, ജ്ഞാനം, പരമമായ ആനന്ദം തുടങ്ങിയ സർവ്വ ദിവ്യ ഗുണങ്ങളും എന്നിൽ നിറയുകയാണ്. എൻ്റെ മനസ്സ്, ബുദ്ധി, പ്രകൃതി എന്നിവ നിയന്ത്രണത്തിലാകത്തക്ക അളവിനുള്ള ശക്തി ബാബ എനിക്ക് നൽകുന്നു. ബാബ, ഇനി മുതൽ എൻ്റെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ബന്ധങ്ങളിലും സ്വപ്നങ്ങളിൽ പോലും അങ്ങെനിക്ക് നൽകിയിരിക്കുന്ന നിധികളായ അറിവ്, ദിവ്യഗുണങ്ങൾ, ശക്തികൾ എന്നിവ മാത്രമേ ഞാൻ ഉപയോഗിക്കൂ. രാവണൻ്റെ ദുർഗുണങ്ങളെക്കുറിച്ച് ഞാനിനി ചിന്തിക്കില്ല എന്ന് വാഗ്ദാനം ചെയ്യുന്നു. ബാബയുടെ അനുഗ്രഹങ്ങൾ എന്നിലേക്ക് തുടർച്ചയായി പ്രസരിക്കുന്നു. എൻ്റെ മനസ്സ് പൂർണ്ണമായും സന്തോഷം അനുഭവിക്കുന്നു. ഈ സംതൃപ്തി, സന്തോഷം, സമാധാനം, സുരക്ഷിതത്വം എന്നീ മാനസിക അവസ്ഥയോടെ ഞാൻ സൂക്ഷ്മലോകത്തിലേക്ക് താഴേക്കിറങ്ങുന്നു. ബ്രഹ്മബാബയുടെ മുന്നിലിരിക്കുന്ന എൻ്റെ മാലാഖ ശരീരത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. ഇപ്പോൾ ശിവബാബയും ബ്രഹ്മബാബയുടെ സൂക്ഷ്മ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ശിവബാബയും ബ്രഹ്മബാബയും ഞാനും ഒരുമിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ഗീതാ പാഠശാലകളിലും വീടുകളിലും ജ്ഞാനവും യോഗവും സ്മരണയും പരിശീലിക്കുന്ന ഈശ്വരീയ വിദ്യാർത്ഥികളുടെ മേലും ശിവബാബയുടെ ദൃഷ്ടി പതിക്കുന്നു. അവർ ശിവനും ഞാനും എന്ന പരിപാടിയുടെ ഭാഗമാവുകയാണ്. ബാബയുടെ അനുഗ്രഹങ്ങൾ
അവരിൽ ഓരോരുത്തരിലും എത്തുന്നു. ആത്മാർത്ഥമായി ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും സഫലമാകും, പൂർത്തീകരിക്കപ്പെടും. (2026) ആകുമ്പോഴേക്കും 90ാമത് ശിവജയന്തിയിൽ ബാബ എല്ലാവരെയും അവതരണം മനസ്സിലാക്കിക്കും. ശിവബാബ എല്ലാ യോഗി ആത്മാക്കൾക്കും ആരോഗ്യം, സമ്പത്ത്, സന്തോഷം എന്നിവ നൽകുന്നു. ശിവനും ഞാനും എന്ന പരിപാടി ആചരിക്കുന്നവരുടെ ഹൃദയങ്ങൾ ബാബയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു. കൽപ്പവൃക്ഷത്തിൻ്റെ വേരിൽ വസിക്കുന്ന ഈ തപസ്വി ആത്മാക്കൾ അവരുടെ തപസ്സിലൂടെ മുഴുവൻ ലോകത്തിനും സമാധാനം, സന്തോഷം, വിശുദ്ധിയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്നു. കൽപ്പവൃക്ഷം അതിൻ്റെ യഥാർത്ഥ ശുദ്ധവും ശ്രേഷ്ഠവുമായ രൂപം വീണ്ടെടുക്കുന്നു. ഈ ലോകത്തിലെ എല്ലാ ആത്മാക്കളും യഥാർത്ഥ സമാധാനം, സന്തോഷം, പവിത്രത, സുഖം എന്നിവ അനുഭവിക്കുമാറാകട്ടെ. എല്ലാവരുടെയും ഉള്ളിലെ ആന്തരിക ശബ്ദം വിളിച്ചു പറയുന്നു, എൻ്റെ ബാബ അവതരിച്ച് തൻ്റെ ശ്രേഷ്ഠ കർത്തവ്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന്. എല്ലാ ആത്മാക്കളും ആഴത്തിലുള്ള സമാധാനം അനുഭവിക്കുന്നു. പഞ്ചഭൂതങ്ങൾ അവയുടെ ഏറ്റവും ശുദ്ധവും ഉയർന്നതുമായ അവസ്ഥയിലേക്ക് മടങ്ങുന്നു. പ്രപഞ്ചം താനെ സമാധാനത്തിൻ്റെ പൂന്തോട്ടമായി മാറുന്നു. ഞാൻ ഭൗതിക ശരീരത്തിലേക്ക് മടങ്ങുന്നു. ബാബയുടെ അനുഗ്രഹീത കരം എനിക്ക് ആത്മാവിനും ശരീരത്തിനും ശക്തി പകരുന്നു. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ശരീരമാണ് എനിക്കുള്ളത്. എൻ്റെ മുഖത്തിലൂടെയും ഭാവങ്ങളിലൂടെയും ബാബയുടെ ഗുണങ്ങൾ വെളിപ്പെടുന്നു. ഞാൻ ബാബയ്ക്ക് സമാനമായ
ലോകത്തിന് ഭഗവാനെ പ്രത്യക്ഷമാക്കാൻ കഴിവുള്ള ഒരു ഉന്നതാത്മാവായി മാറുന്നു. ഓം ശാന്തി.